വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ലൈക്ക് ഫുൾ നല്ല ടൈറ്റ് ഷെഡ്യൂളാണിപ്പോൾ. അങ്ങനെ എന്ന് വെച്ചാലും നമ്മൾ വീട് മാറിയപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വരാനും ഒക്കെ നല്ല ടൈം എടുക്കും. സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ 6 മണിയാവും. അങ്ങനെ പിന്നെ വന്നിട്ട് ഫ്രഷ് ആകുമ്പോൾ 6:30 6:45 അപ്പോഴത്തേക്ക് പിന്നെ ലൈറ്റ് പോവും. പിന്നെ എനിക്ക് നമ്മൾ ബസ്സിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ബസ്സിൽ. അപ്പോൾ തന്നെ വന്ന ഉടനെ എനിക്ക് നല്ല ക്ഷീണമായിരിക്കും. അങ്ങനെ ഞാൻ കയറി കിടക്കും. അതുകൊണ്ട് തന്നെ പഠിത്തവും നടക്കുന്നില്ല, വീഡിയോ എടുപ്പും നടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുന്നു, വരുന്നു, ഉറങ്ങുന്നു. ഈ ഒരു റൊട്ടീനാണ് ഈ ഒരാഴ്ച ഫുൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെ ഫുൾ ജോലിയായിരുന്നു, തുണി കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകി ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ മാക്സിമം വീഡിയോസ് ഞാൻ ഇന്നെടുത്ത് വെക്കാൻ നോക്കാം. ബിക്കോസ് സ്കൂൾ നാളെ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എനിക്ക് തിരിയാൻ എനിക്ക് സമയമില്ല. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്റ്റഡി വ്ലോഗ് ആയിക്കോട്ടെ. അതാകുമ്പോൾ ഞാൻ പഠിക്കുകയും ചെയ്യും, വീഡിയോ ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ വെച്ച് ഇന്നൊരു സ്റ്റഡി വ്ലോഗ് ഇടാം എന്ന് വിചാരിച്ചു. ആൻഡ് ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ആൻഡ് നിങ്ങളുടെ ഇപ്പം +1 ക്ലാസ് തുടങ്ങി. നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആൻഡ് സ്കൂൾ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് ടീച്ചേഴ്സ്? എങ്ങനെയുണ്ട് ടോട്ടൽ +1 എൻ്റർ ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ മാത്സ് ആണ് പഠിക്കുന്നത്. മാത്സിന് ഞങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ അല്ല പഠിപ്പിച്ചത്, 3rd ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് പഠിപ്പിച്ചത്, മെട്രിസസ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അത് ഫുള്ള് പഠിക്കാം. ഞങ്ങൾക്ക് ഇനി ഒരു ചെറിയ പോർഷനും കൂടെ സ്കൂളിൽ പഠിപ്പിക്കാനുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് തേഴ്സ്ഡേ നമുക്ക് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിരുന്ന് ആ മാത്സ് പഠിക്കാം. ഇന്ന് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ പഠിച്ച് തീർക്കണം എന്നുണ്ട്. ഫുള്ളെല്ലാം സ്കൂളിൽ പഠിപ്പിച്ച അത്രയും നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മാത്സ് സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ അനിയത്തിയുടെ ടേബിളാണ്. ഞാൻ അവളറിയാതെ അടിച്ചു മാറ്റി. അവളറിയരുത്, ഇതും അനിയത്തിയുടെയാണ്, എല്ലാ അനിയത്തിയുടെയാണ്. ഇത് നമ്മൾ ചോദിക്കില്ല, എടുക്കട്ടെ നമ്മൾ ചോദിക്കില്ല, നമ്മളിങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മെട്രിസസ് ആണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ സ്കൂളിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കൂളിൽ ചെയ്യിപ്പിക്കും ടീച്ചർ, NCERT ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു. എനിക്ക് ബോർഡിൽ എഴുതിയാൽ കുറച്ചും കൂടെ ഒരു മനസ്സിലാവും. ബുക്കിൽ എഴുതിയാലും മനസ്സിലാവും, ബട്ട് ബോർഡിൽ എഴുതിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ബോർഡിലാണ് സാധാരണയായിട്ട് എഴുതി പഠിക്കാറ്. ഓക്കെ, പഠിക്കാം. കാണുമ്പോൾ എനിക്കറിയില്ല. ഓർഡേർഡ് പെയർ, ഇത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടുള്ളത് റോയും വെർട്ടിക്കലായിട്ടുള്ളത് കോളം. Arithmetic row into column, that is m/n, that is 2/3. Okay, 2 rows and 3. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബുക്കിൽ ചെയ്ത് പഠിക്കാം. ഇന്ന് എനിക്ക് ബോർഡിൽ ചെയ്ത് പഠിക്കാനൊരു ഇതില്ല. അപ്പോൾ നമുക്കിന്ന് ബുക്കിൽ ചെയ്ത് പഠിക്കാം. പേന എടുത്തില്ല. ഓക്കെ, ചാപ്റ്റർ 1 മാട്രിസസ്. എൻ്റെ സ്കൂളിലെ അനുഭവം വെച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ മാട്രിസസ് ആണെന്ന് തോന്നുന്നു, സെറ്റ്സ് പോലെ. സോ അതുകൊണ്ട് എനിക്കിത് അധികം ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയില്ല. ബിക്കോസ് സ്കൂളിൽ നമ്മൾ ഒരുവിധം കണക്കൊക്കെ ചെയ്യുമ്പോൾ 1-2 കണക്കൊക്കെ കുറച്ചൊരു
ബുദ്ധിമുട്ടായിട്ട് തോന്നും. ബാക്കിയൊക്കെ നമുക്കെന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ പഠിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നോക്കാം. ബേസിക്കലി ഇന്ന് ഫുൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. ടീച്ചർ തന്ന പ്രോബ്ലംസ് ഞാൻ തന്നെ ചെയ്ത് ആൻസർ നോക്കുക. പിന്നെ അധികം കൺസെപ്റ്റ് ഇല്ലല്ലോ. പിന്നെ എനിക്കിതിൽ കുറച്ച് മനസ്സിലാവാത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ആണ്. അതിനെ കുറച്ച് റോ ഇൻറ്റു കോളം, അതിനെ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതും കൂടെ ഇന്ന് നല്ലപോലെ സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. The matrix is equal to 2, 5, 19, minus 7, 35, minus 2, 5/2, 12, 3, 1, minus 5, 7. Nineteen, 35. ആക്ച്വലി നമുക്കിപ്പം സ്കൂളിൽ കെമിസ്ട്രി റെക്കോർഡ് ടീച്ചറും ലാബ് പ്രാക്ടിക്കൽ വെച്ച് തന്നെ നമുക്ക് പറഞ്ഞു തന്നു ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ. ആൻഡ് അത് പഠിക്കാനും പറഞ്ഞു. എനിക്കാണെങ്കിൽ അത് ഒരു വിധത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ലൈക്ക് തലയിലോട്ട് കയറുന്നില്ല. റെക്കോർഡ് അങ്ങനെ ലാബ് പ്രാക്ടിക്കലിൻ്റെ ക്ലോറൈഡ് ടെസ്റ്റില്ലേ, അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ആകെ ഇപ്പം കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ പോകുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. ഇനിയും ക്ലാസ്സസ് കാണണം എന്ന് വിചാരിക്കുന്നു. എക്സാമിന് നല്ല ക്ലാസ് കാണണം എന്ന് വിചാരിക്കുന്നു. ബോട്ടണിയും സുവോളജിയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മാത്സും കുഴപ്പമില്ല. ഫിസിക്സ് ഇനിയും ഇന്ന് പഠിക്കണം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തായി റെക്കോർഡിൻ്റെ കാര്യങ്ങൾ? ഞാൻ ബോട്ടണി റെക്കോർഡ്, സുവോളജി റെക്കോർഡ്, ഫിസിക്സ് റെക്കോർഡ്, കെമിസ്ട്രി റെക്കോർഡ് 4 റെക്കോർഡും സബ്മിറ്റ് ചെയ്തു. ഇനിയിപ്പം അസൈൻമെൻ്റ് ഉണ്ട്. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും വരയ്ക്കാനെന്ന് പറഞ്ഞ സുവോളജി ഇനിയൊരു അസൈൻമെൻ്റ് ഉണ്ട്. ഇനി അസൈൻമെൻറ്റ് ചെയ്യണം. ഞാൻ അതിൻ്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഓർത്തത്. അതാണിപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ. Aij is equal to I by F. A11 ആവുമ്പോൾ 1/1 equal to 1. A12 ആവുമ്പോൾ 1/2 is equal to 0.5. A21 ആവുമ്പോൾ 2/1 equal to 2. And A22 ആവുമ്പോൾ 2/2 equal to 1. Therefore, the 2/2 matrix is 1, 0.5, 2, and 1. 1/2, 2, 1. Yes. Construct a 2/2 matrix. പിന്നെ ഇന്നലെ ഞാൻ രാവിലെ എണീറ്റ് പഠിക്കാം എന്ന് വിചാരിച്ചു. ഫ്രൈഡേ വൈകിട്ട് അത് പറഞ്ഞാണ് കിടന്നത്. സാറ്റർഡേ രാവിലെ എണീറ്റ് പഠിക്കാം എന്ന് പറഞ്ഞ് കിടന്നു. എന്നിട്ട് ഇന്നലെ എണീറ്റപ്പം 10 മണിയായി. അല്ലേട്ടോ, 10 മണിയായി. എന്നിട്ട് ഇന്നലെ രാത്രി പറഞ്ഞു ഇന്ന് രാവിലെ എണീറ്റ് പഠിക്കാം എന്ന് പറഞ്ഞ് കിടന്നു. ഇന്ന് എണീറ്റപ്പം 9 മണിയായി. ഇപ്പം സമയം 10:15. നമ്മൾ 10 മണിക്ക് പഠിക്കാമായിരുന്നു. ഞാനിപ്പോൾ 10:15.
അപ്പോൾ ഈ ചാപ്റ്റർ ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേക്ക് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് കഴിഞ്ഞിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ ഓൾറെഡി ഒരു ടു ഡു ലിസ്റ്റ് ഇപ്പോൾ മാത്സ് പഠിക്കുന്നതിനെ പറ്റി ഞാൻ ഉണ്ടാക്കിയിരുന്നു. ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്ററാണ്. ഞാൻ ഒന്നും ചെയ്യാറില്ല, എന്നാലും ചെയ്ത് കഴിയുമ്പം നമുക്കൊരു അച്ചീവ്മെൻറ്റ് ഫീൽ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അത് ഞാൻ മാത്സ് പഠിക്കുന്നതിനെ പറ്റി ഉണ്ടാക്കിയിരുന്നു ടു ഡു ലിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 കാലമായി. 10 മണി ടു ഒരു 11:30 വരെ മാട്രിസസിന് ഞാൻ കൊടുക്കും. മാട്രിസസിന് കൊടുത്തിട്ട് ഒരു ഹാഫ് അവർ ബ്രേക്ക് ഇടാം. ഹാഫ് അവർ ബ്രേക്ക് ഇട്ട് 12 മണി ടു 1:30 2 മണി വരെ ഫിസിക്സ് പഠിക്കണം. ഫിസിക്സ് എനിക്ക് ഉറപ്പായിട്ടും പഠിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ ചെന്ന് വെളിയിൽ നിൽക്കേണ്ടി വരും. ബിക്കോസ് അവിടെ ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിൽക്കണം, അല്ലെങ്കിൽ അവിടെ എണീപ്പിച്ച് നിർത്തും, അല്ലെങ്കിൽ ഇമ്പോസിഷൻ തരും. അപ്പോൾ ഞാൻ എന്തോ ചോദിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു ആൻസർ, ബിക്കോസ് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ സ്കൂളിൽ പോകുന്നു, വരുന്നു, ഉറങ്ങുന്നു, ആ ഒരു റൊട്ടീനാണ്. ആൻഡ് സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞുള്ള ടൈം ഇവിടെ ഇപ്പം പുതിയ വീട് മാറിയല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുക്കിപ്പറക്കാനും ഒതുക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ഒതുങ്ങിയത്. അപ്പോൾ ഇനി മുതൽ ഇത് ഫുൾ ഇത്രയും ദിവസം പഠിപ്പിച്ചത് ഇന്ന് പഠിക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്ന് പഠിക്കും എന്ന് ഞാൻ പറയും. ഇന്ന് എന്തായാലും പഠിച്ചേ പറ്റൂ, അല്ലാതെ ഇനി നാളെ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല. കെമിസ്ട്രിയും ഇന്ന് പഠിക്കണം. അപ്പോൾ 2 മണി വരെ ഫിസിക്സ് പഠിച്ചിട്ട് 3 മണി തൊട്ട് വേണം ഒരു 1 hour ബ്രേക്ക് കിടക്കട്ടെ. 3 മണി ടു ഒരു 4:30 മണി വെക്കണം. 4:45 വരെ കെമിസ്ട്രി പഠിച്ചിട്ട് ഒരു 4:45 PM ടു ഒരു 6 വരെ ബോട്ടണി പഠിക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിങ് പ്ലാന്റ്സ്. അത് നമുക്കിപ്പോൾ പോളിനേഷൻ വരെ എത്തി. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അതിനി നോക്കണമെന്ന്. അതും ഇപ്പം എല്ലാം ഇപ്പോൾ ചോദ്യം ചോദിക്കും, എല്ലാ സബ്ജക്ട്സും. കഴിഞ്ഞ വർഷം ചോദിക്കുമായിരുന്നു, ബട്ട് ഇപ്പം കുറച്ചും കൂടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. ലൈക്ക് എന്നും ചോദിക്കും. ഇപ്പോൾ മറ്റേ ഒരു 1 or 2 days കഴിഞ്ഞൊക്കെ ചോദിക്കുള്ളൂ, ബട്ട് ഇപ്പോൾ ഇത് ഇന്ന് പഠിപ്പിച്ചാൽ നാളെ ചോദിക്കും. കുറച്ച് +2 ടഫാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു 6 PM കഴിഞ്ഞ് 7 PM ടു ഒരു 8:30 വരെ എനിക്ക് മറ്റേ സുവോളജി, സെക്ഷൽ റീപ്രൊഡക്ഷനോ ഹ്യൂമൻ റീപ്രൊഡക്ഷനോ സുവോളജി ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കണം. ഞാനത് സൈലത്തിൻ്റെ മനോസന്ദേശ് സാറിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. എനിക്ക് ആ സാറിൻ്റെ ക്ലാസ് നല്ലപോലെ മനസ്സിലാവും. കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ ആ ക്ലാസ് ഇന്ന് കാണണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടു ഡു ലിസ്റ്റുകൾ. ആൻഡ് ഒരു ഹോംവർക്ക് ഉണ്ട് മാത്സിൽ. പിന്നെ രാത്രി 8:30 കഴിഞ്ഞിട്ട് അസൈൻമെൻറ്റ് എഴുതിയിട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി മാത്സ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 11:30 തീർന്നില്ല, 11:35 ബട്ട് ഫുൾ തീർന്നില്ല. സ്കൂളിൽ പഠിപ്പിച്ച അത്രയും തീർന്നു. ഇനി നാളെ ബാക്കി പഠിപ്പിക്കും. നാളെ രാത്രി വന്നിട്ട് ഞാൻ ബാക്കിയും കൂടെ പഠിച്ച് തീർക്കും. ഓക്കെ, അപ്പം മാട്രിസസ് തീർന്നു. ആൻഡ് ഐ ആം ഫീലിംഗ് സോ പ്രൗഡ്, ബിക്കോസ് ഇത്രയും ദിവസം ഞാനൊന്നും പഠിച്ചില്ലായിരുന്നു. അപ്പം ഇന്ന് ഒരു ചാപ്റ്ററിൻ്റെ 3/4 ഭാഗം തീർക്കുക എന്ന് പറയുമ്പം നല്ലൊരു കാര്യമാണല്ലോ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഒരു ഹാഫ് അവർ ബ്രേക്ക് എടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പം
അപ്പം തീർന്നു, മാത്സ് തീർന്നു. ഇനി നമുക്ക് ഫിസിക്സ് പഠിക്കണം. നാളെ സുവോളജി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്ക് ഫിസിക്സ് പഠിക്കാനൊരു ഇത് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ സുവോളജി പഠിക്കാം, എന്നിട്ട് രാത്രി സുവോളജിക്ക് എടുത്ത ടൈമില്ലേ ആ ടൈമിൽ ഫിസിക്സ് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നാത്ത വിഷയം ഇനി പഠിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതൊന്നും നോക്കണ്ട, കാട്ടിലിരുന്ന് പഠിക്കുന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.